ബെൽത്തങ്ങാടി അങ്ങോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഫുള്ള് റബ്ബർ കവുങ്ങ് പിന്നെ അങ്ങനെയുള്ള കൃഷിയാണ് അവിടെ കൂടുതലായിട്ടുള്ളത് അല്ലേ. പിന്നെ കർണാടകയിലെ മറ്റേ ഷിമോഗ സാഗര ആ ഭാഗത്തു കൂടെ പോയാൽ അതിലൊക്കെ റബ്ബറുകളുണ്ട്. റബ്ബറുണ്ട്, അതുപോലെ തന്നെ അവിടെയൊക്കെ കവുങ്ങുണ്ട്. ഹരിഹരപുര എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് ഇപ്പൊ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. മലയാളികള് കുറവാണെന്ന് തോന്നുന്നു. ഇവിടെ ആരെയും മലയാളികളെ ഇതൊന്നും സാമീപ്യം കാണാനില്ല അല്ലെ. മലയാളികൾ ഉണ്ടായിരിക്കും, മലയാളികൾ എത്തിപ്പെടാത്ത സ്ഥലം വളരെ കുറവല്ലേ. കർണാടകത്തിൽ തന്നെ എത്രയോ സ്ഥലങ്ങളിൽ മലയാളികളുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ടാവും മലയാളികൾ. നമുക്ക് ഇങ്ങനെ സംഭവം പറഞ്ഞു അതൊന്നും വായിക്കാൻ കിട്ടില്ല, വെറുതെ വായിച്ച് നാക്കുളുക്കണം. വായിച്ചത്രയും പേരുകളൊക്കെ മാർക്കും ചെയ്തിട്ടുണ്ട്. എനിക്കൊരു ഹള്ളി ഓർമ്മ ഉണ്ട്. അതിന്റെ മുന്നേ വേറെ ഇതൊന്നും വായിച്ചെന്നല്ലോ. ചെറിയൊരു ചെറുക്കനാണ്ട് വണ്ടി ഓടിക്കുന്നത്. മഴ കുറവല്ലേ, പേരും വെയിലാട്ടോ ഇവിടെയൊക്കെ. ഇവിടെ മഴ അല്ലോ തോന്നുന്നു. പുറത്ത് നല്ല ചൂടാ, റോട്ടുമൊക്കെ ഇറങ്ങാൻ വയ്ക്കില്ല. സമയം ഇപ്പൊ 11:15 പെരും ചൂട് പറഞ്ഞ പെരും ചൂടാണ്. 11:30 11:31 ഞാൻ 11:13 അല്ല. മഴ പെയ്യുന്നില്ല, മഴക്കാലം ഇങ്ങോട്ടില്ലാന്നുണ്ട്. നമ്മളങ്ങോട്ടാണ് കൂടുതല്. സ്ലൈറ്റ് ലെഫ്റ്റ്. റോഡ് അടിപൊളിയല്ലേ? റോഡ് അടിപൊളിയാണ്. ഹമ്പ് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പണി പാടും. ഹമ്പാണ് പ്രശ്നം. ഇതൊരു 3 കൂടിയ ജംഗ്ഷനാണ്. നമുക്ക് ഇനിയും പോകാനുണ്ട്, ദൂരങ്ങൾ ഒരുപാട് പോകാണ്ട്. എത്ര സമയം കൊണ്ട് എത്തും നമ്മളൊരു 12:30-1 മണിയാകുമ്പോഴത്തേനെ അവിടെ എത്തുള്ളൂ. ഇതെന്താ ലോറി ഉണ്ടോ? അതെന്താണ് ലോറിക്കകത്ത്? പൈപ്പ്, PVC പൈപ്പാ. ബസ് സ്റ്റോപ്പ് ഒന്ന് നോക്കാം നമുക്ക് അല്ലേ? ബസ് സ്റ്റോപ്പ് നോക്കാം. നമ്മളെ കേരളത്തിലല്ല, നമ്മളെ കർണാടകത്തിലെ ബസ് സ്റ്റോപ്പ് ഒന്ന് കാണാലോ നമുക്ക്. ഈ റോഡ് കണ്ടിട്ടാണ് ഞങ്ങളൊന്ന് നിർത്തിയത്. ജസ്റ്റ് ഈ ഒരു ബസ് സ്റ്റോപ്പ് ഒന്ന് കാണിക്കാം നമുക്ക്. ഇന്റർലോക്കല്ലായിട്ട് അടിപൊളിയായിട്ടല്ലേ. വൈകുന്നേരം വന്ന് കിടന്നുറങ്ങാനുള്ള സൗകര്യമൊക്കെ ഉണ്ടോ? വേറെ മോഡല് അതിനൊക്കെ പറ്റും. ഇരിക്കാനുള്ള സൗകര്യം, സുഖമായിട്ട് ഇരിക്കാം, മടുത്താൽ കിടക്കാം. കേരളത്തിലെ പോലെ അതേപോലെ കമ്പിയല്ല വെച്ചേക്കുന്നത് അല്ലേ. കേരളത്തിലാണ് അതേപോലത്തെ കമ്പിയാണ് വെക്കും, എന്നിട്ട് അതിൽ വേണമെങ്കിൽ എങ്ങനെയൊക്കെ കുത്തിപ്പിടിച്ചിരിക്കുക. ഇത് ജനങ്ങൾക്ക് ഇരിക്കാൻ വേണ്ടി ഇരിക്കാനുള്ള സെറ്റപ്പിൽ തന്നെ ചെയ്ത് വെച്ചേന്നല്ലേ. എനിക്ക് അത്യാവശ്യം നല്ല വലിയ ഇത് തന്നെയാണ് അല്ലേ. ഫുള്ള് മേലൊക്കെ നോക്കാം, കമ്പിയുടെ കനൊക്കെ കട്ടിങ് കമ്പിയാണ്, വലിയ കമ്പിയും. ഞക്കളി പരിപാടിയല്ല, അതാണ് സെറ്റപ്പ് പരിപാടി. അത് നീച്ച് പോകാൻ തോന്നില്ല കേട്ടോ. ബസ്സിന് വേറെ പ്രത്യേകമായിട്ട് ട്രാക്ക്. ഇവിടെ വന്ന് ബസ് നിർത്തും, ഇറങ്ങുന്നു. കേറി പോകുന്നതിന്റെ പേര് നമുക്ക് വായിക്കാൻ കിട്ടില്ല. കന്നഡ അല്ലേ? ഇത് മാണ്ഡ്യേ, കർണാടക സ്റ്റേറ്റ് ഹൈവേ. അത് ജില്ല മറ്റേ എനിക്കറിയില്ല, വായിക്കാറില്ലല്ലോ. താലൂക്കു KR പേട്ട്. വായിക്കാനും എഴുതാനും അറിയാതെ ലേലു കുടുങ്ങി നിൽക്കണ ആലോചിച്ചൊക്കെ. ഇത് പിന്നെ ബസ് നിൽക്കുന്ന സ്ഥലം എന്നാണ്. ഏതേലും സ്ഥലത്തിന്റെ പേരും ബസ് സ്റ്റോപ്പ് ഒന്നും കൂടി ആവുള്ളത്. രാമനഹള്ളിയോ അങ്ങനെ എന്തൊക്കെയാ? രാമനഹള്ളിയോ? രാമനഹള്ളി ബസ് സ്റ്റോപ്പ്. പോവാ, നമുക്ക് പോകാം. പിന്നെ അവിടെ നിക്ക്, അവിടെ എന്താണ് സാധനം കാണുന്നത്? എന്തോ കൃഷി കാണുന്നുണ്ടല്ലോ. അത് അങ്ങോട്ടും ഉണ്ടാവും. മൾബറി എന്താണ്? മൾബറി അല്ലേ? ഒന്നോട്ട് പോയോക്കാലോ. ബില്ലരാമനഹള്ളി ബസ് സ്റ്റോപ്പ്. ഇത് മാണ്ഡ്യ താലൂക്കാ. നമുക്കൊന്നതിൽ പോയോക്കാം. ജില്ല മാണ്ഡ്യ. മാണ്ഡ്യന്ന് എഴുതിയിരിക്കുന്നു. ആണോ? ഒന്നും വായിക്കാൻ കിട്ടാത്തോണ്ട് ഒരു എത്തും പിടിയില്ല. അതിനാണെന്ന് തോന്നുന്നത്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അല്ലേ. നമ്മളെ ചെക്കൻ കിടക്കണ കടത്തം കണ്ടോ? എവിടെയാ കിടക്കണത്? ബില്ലരാമനഹള്ളിയിലാണ് നമ്മളെ ചെക്കൻ വന്ന് കിടക്കണത് അല്ലേ? ചൂള വെട്ട്, ഇതേ ഇഷ്ടിക ചൂള വെച്ചേക്കുന്ന. അത് അവരെന്നെ ഉണ്ടാക്കിക്കൊണ്ടുള്ളതാ. ആട് കണ്ടോ? അങ്ങനെ ആടുണ്ടല്ലേ വീട്ടില് കൊറേ ആടുണ്ട്. ഇതിലെ വന്നാ കുറച്ച് ആടിനെ മേടിച്ചൊക്കെ പോകാം. ആടുകളെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിലെ വന്നതില്ലേ ചെമ്മരിയാടായിട്ട് സാധാ ആടായിട്ടൊക്കെ കിട്ടും. എന്നാ കേറി പോവാം. ഇതെന്താ സംഭവം? ഇത് മൾബറി ചെടിയാണ് ചേട്ടാ. എന്തും കൃഷി ചെയ്യാലേ.
അതിനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവണം. മനസ്സുണ്ടായാൽ മതി. ഇതേ ചെരുപ്പിട്ടൊന്നും അങ്ങോട്ട് പറമ്പിക്ക് കയറാൻ പറ്റൂല. ചെരുപ്പിട്ടൊന്നും ഇവിടെ അധികം ആൾക്കാർ പറമ്പിൽ കയറില്ല. നമ്മള് പിന്നെ ഒരു വന്നാണ്ട് ചപ്പല് തെഗി അല്ലി ഹോഗി അറിയും. ഇതേ അത് വേറെന്തോന്ന്, മറ്റേ റബ്ബർ മുതിരയോ പൻപയറോ എന്തേലും ആണത്, ചെറുപയറോ? അതല്ല, അല്ലത് കൊറേ ഉണ്ട് തോട്ടത്തിലുണ്ടാണ്. മറ്റേ പയറില്ലേ, തോട്ടപ്പയർ, അതിന്റെ ചെറിയ സൈസ്. നമുക്ക് അങ്ങനത്തെ അറിയുള്ളൂ പറഞ്ഞില്ലേ, നമ്മളതേ കണ്ടിട്ടുള്ളൂ. നമ്മളതേ കണ്ടിട്ടുള്ളൂ. ഇതാ മുതിരോ പയറോ എന്തെങ്കിലും ആയിരിക്കും. ഇതിന്റെ കമ്പ് വെട്ടി കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഇത് പട്ടുനൂൽപ്പുഴുവിന്റെ ആവശ്യത്തിന് അങ്ങനെ ഉണ്ടാക്കണതാ? അങ്ങനെ തീറ്റ കൊടുക്കാൻ വേണ്ടിട്ട് കൊണ്ടാണ് ആയിരിക്കും. ഇവിടെ എവിടെയോ പട്ടുനൂൽ പുഴുവിന്റെ ആ സംഭവം ഫാക്ടറി, ആ സംഭവം കൃഷി ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പൊ ഓരോ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് ചങ്കള ഞങ്ങൾ ഇങ്ങനെ കണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കർണാടകയിലെ കാഴ്ചകളും കാര്യങ്ങളും സംഭവങ്ങളും. കേരളത്തിൽ മാത്രല്ല കേട്ടോ വണ്ടി ചീറി പാഞ്ഞു പോണേ, കർണാടകത്തിലും ഉണ്ട്. അവിടുത്തെ എല്ലാവരുടെ പോക്കാണ് ഇതിലെ പോണത്. ഇവിടെ കുറച്ച് റോഡ് നേരെ കൊണ്ടേ ഒരു ലക്കും ലഗാനും ഇല്ലാതെ പോക്കാണ്. അവിടെ ആകുമ്പോ വളവും തിരിവുള്ളതുകൊണ്ട് കുറച്ചൊക്കെ ബ്രേക്ക് കൊടുത്തൊക്കെ ഉണ്ടാവും. ഇവിടെ മിസൈല് പോണമായിരിക്കാം. അങ്ങനെ ഗൈസ് ഞങ്ങൾ കണ്ട് ആ സ്ഥലപ്പേര് ഞങ്ങൾ കണ്ട്. അങ്ങനെ കുറെ നേരത്തെ യാത്രക്ക് ശേഷം ഞങ്ങൾ ആ പേര് കണ്ടുല്ലേ. അത് നമ്മള് പേര് ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. ഇതാണ് എത്ര ദൂരം ഞങ്ങൾ ഓടി വന്നു പറയാൻ. ഹൈവേ ആണ് ഈ കാണുന്നത്. ഈ ഒരു പേര് കാണാൻ വേണ്ടിട്ട് പേര് കാണിച്ചു കൊടുക്കല്ലേ നമുക്ക്. ഇതാക്കണേ ശ്രാവണബെലഗോള ഉണ്ടോ, അവിടേക്കാണ് നമ്മള് പോണ ചങ്കളെ. അപ്പൊ എല്ലാവർക്കും സ്വർഗ റിയൽ എസ്റ്റേറ്റ് ട്രാവൽ വ്ളോഗ്സിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരെ പോലെ നമുക്ക് നേരെ വിടഞ്ഞു. ഒടുവിൽ നമുക്ക് ആ പേര് കണ്ടെത്താൻ കഴിഞ്ഞു. അങ്ങനെ കണ്ടുപിടിച്ചു നമ്മള് ശ്രാവണബെലഗോള. ഇനി ഇവിടുന്ന് കേവലം അരമണിക്കൂർ യാത്ര. കർണാടകയിലെ ജൈൻ ടെമ്പിളായ ശ്രാവണബെലഗോളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റോഡിനാണ് നമുക്ക് പോകേണ്ടത്. ഇവിടുന്ന് ഇടത്തോട്ട്. ഇനി റോഡ് മോശമാ. റോഡ് കുറച്ച് മോശമായാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഒരു പ്രശ്നവും നമുക്ക് നമ്മളെ ബാധിക്കണില്ല. ഒരു വർത്താനം അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, അങ്ങോട്ട് പോകും. നമ്മളിത് ഈ യാത്ര ഇങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. നമ്മളെ ഹൈവേ റോഡിൽ നിന്ന് നമ്മള് മാറി നമ്മളിതാണ് മാറ്റി പിടിച്ചു അല്ലേ. കുണ്ടും കുഴിയും നിറഞ്ഞ നമ്മളുടെ റോഡിലേക്ക് നമ്മള് കടന്നിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മള് എത്തുന്നതാണ് ആ ഒരു കാഴ്ച കാണുന്നതിന് വേണ്ടി അല്ലേ. കാണിക്കാൻ വേണ്ടി കുറെ കാലമായി ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്നു. പക്ഷെ ഇതുവരെ ഞങ്ങൾക്ക് പോകാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഇന്ന് ഞങ്ങൾ എങ്ങനെയായാലും പോകുമെന്ന് പറഞ്ഞാൽ പോകും, കാണുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാണും. നിങ്ങളെ കാണിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള കാഴ്ചകൾ മൊത്തങ്ങളെ കാണിച്ചു തരികയും ചെയ്യും. അപ്പൊ ചാനൽ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ അല്ലേ. ഈ ഒരു റൂട്ടിന് കയറിയപ്പോഴേ മൊത്തത്തിലുള്ള കോലം തന്നെ മാറിയില്ലേ, വേറൊരു കോലായി. ഇപ്പൊ നേരത്തെ കണ്ട പോലെ കുറച്ച് വരണ്ട് കിടക്കണ ഭൂമി പോലെ അല്ലേ. ഇവിടുത്തെ കൃഷിന്റെ സീസൺ കഴിഞ്ഞോ അതോ സീസൺ കഴിഞ്ഞാണോ എന്താന്നറിയില്ല, മഴ കിട്ടായിട്ടാണോന്ന് അറിയില്ല. പിന്നെ കുറച്ച് പാറക്കെട്ടുകളുടെ ഒരു ഇതുപോലെ ആകെ തുടങ്ങി. വേറൊരു സ്റ്റൈല് സ്ഥലം. അതെ, ഇങ്ങോട്ട് വീടുകൾ കുറഞ്ഞല്ലോ. വീടുകൾ കുറവാ, കുറച്ചേ ഉള്ളൂ അല്ലേ. ഗ്രാമങ്ങളിലെ വേറെ കാര്യണ്ട്, അവിടെയുണ്ട് പെട്രോൾ എല്ലാം ക്യാനിലാക്കി വെച്ചേക്കണ്. ഇവിടെ ബൈക്കുകാർക്ക് കൊടുക്കാനാ തോന്നുന്നുണ്ട് പെട്രോളൊക്കെ ആണ്ട് വെച്ചിട്ട്. ഈ കടയിലുണ്ടല്ലോ. പക്ഷെ ഇവിടെ പമ്പ് ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ എവിടെയും പമ്പില്ല കേട്ടോ. പക്ഷെ വേറെ കാര്യണ്ട്, നമ്മള് കുറച്ച് എണ്ണ അടിച്ചിട്ടുണ്ട് അല്ലേ. ഇന്നലെ 2000 അടിച്ചപ്പോ രാവിലെ 500 അത്ര അടിച്ചില്ലേ. ഞാൻ ഇപ്പൊ വരുന്ന വഴിക്ക് ഇങ്ങനെ ആലോചിച്ചു, ഇവിടെ എവിടെ ഒരു പമ്പില്ലല്ലോ, എത്രയും ദൂരം പോന്നിട്ട്. പമ്പ് കണ്ടില്ലല്ലേ? ഇല്ല, ഞാൻ അപ്പളേ വിചാരിച്ചു ഇവിടെ ഉള്ളേരിയകളുടെ അങ്ങനെ എന്തെങ്കിലും സംഭവം മിക്കവാറും കാണും. എനിക്ക് അപ്പളേ തോന്നി. ഞാൻ കണ്ടു. ആ നിരപ്പിനൊരു മാറ്റമില്ല. ഇവിടെ ഒക്കെ നമുക്ക് പല പരിപാടികൾ ചെയ്യാലേ, കന്നഡയൊക്കെ അറിയുന്നുണ്ടെങ്കിലേ അല്ലേ. ഇവിടെ ആൾക്കാരോട് സംസാരിക്കാനോ അത് പിടിച്ചിരിക്കാനുള്ള ഒരു ഇത് വേണം, ഭാഷ അറിയണം. എന്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. പിന്നെ പെട്രോളാണോ കൊണ്ടുപോണ കേട്ടോ തോന്നുന്നുണ്ട്. ആണ് കണ്ടറിയാം. ഇവരെ എവിടുന്നാ പോയി കൊണ്ടുവരുന്നേ? പെട്രോൾ ഇവിടുന്നാ കൊണ്ടുവരുന്നത്? പുറത്തു പോയി കൊണ്ടുവരായിരിക്കും അല്ലേ. പെട്രോൾ പമ്പ് ഇവിടെ അടുത്ത് എവിടെയാ നോക്കട്ടെ. നിയറസ്റ്റ് പെട്രോൾ പമ്പ് അടുത്തുണ്ടല്ലോ, നായരുടെ പമ്പ് അടുത്തുണ്ടല്ലോ. ഉണ്ടോ? ചിക്കൻ മേടിക്കണം നമുക്ക്. ചിക്കന്റെ കടയൊക്കെ ഉണ്ടല്ലോ, അവിടെ പോയി വന്നിട്ട് മേടിക്കാം അല്ലേ.
അല്ല നമ്മളിപ്പോ അങ്ങോട്ട് പോണ പോക്കിലേ ഇവിടെ വലിയൊരു കനാല് കണ്ട് അവിടെ നോക്കി. ആ ഒരു ഭാഗത്ത് അങ്ങോട്ടേക്ക് ഇനി പാറയുടെ ഏരിയ തോന്നുന്നു അല്ലേ? അങ്ങോട്ട് ഇനി പാറയാണ്, ഇനി പറഞ്ഞാണ്ട് പാറയായിരിക്കും. ഇങ്ങോട്ട് വാ, ഇവിടെ ഉണ്ട് കനാൽ. അതേപോലെ കനാലിന് കുറുകെ ഒരു പാലം കെട്ടിയേക്കാണ് അല്ലേ? എന്തേലും നിങ്ങളതപ്പോ ഏതെങ്കിലും ഡാമിന്ന് എവിടുന്നേലും വരുന്നതായിരിക്കും വെള്ളം? വെള്ളം ഇല്ലല്ലോ, ഇനി വെള്ളം കുറവാണ്. ഇങ്ങ അവിടുന്ന് ഇവിടുന്നോ വരുന്നതാണ്, അല്ലെങ്കിൽ ഈ പാറയുടെ മണ്ടയ്ക്ക് അല്ല ഐഡിയ അല്ല. ഇനിയിപ്പോ ഈ വെള്ളം കുറവുള്ള ടൈമില് കൃഷിക്കാർക്ക് വേണ്ടി വെള്ളം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ആ അങ്ങനെ ആവും ചിലപ്പോ, വേനൽ സമയത്താവും. സംഭവം എന്താ വെച്ചാൽ വലിയ കനാലാണ്. കണ്ടപ്പോ ഒന്ന് നിർത്തി കാഴ്ച കണ്ടു പോവുക. പിന്നെ അപ്പുറത്ത് കണ്ടാവും ഇനി പാറക്കെട്ടുകളുടെ ഏരിയ ആണ്. അങ്ങനെയാണെന്നാ തോന്നുന്നുണ്ട് കേട്ടോ. ആ ലോറിയൊക്കെ വരുന്ന കാണുമ്പോ പേടിയാവൂലേ, പഴയ സിനിമയിൽ കാണിക്കുന്ന പോലെ. മറ്റേ ആ ഡേഞ്ചറിലെ ഒറ്റപ്പെട്ട സ്ഥലത്ത് ഇങ്ങനെ ആൾക്കാരെ പിടിച്ചോണ്ടോണല്ലേ. ഇത് എന്താ പറഞ്ഞേ? ഇതെന്താ ഈ സീതപ്പഴം പോലല്ലോ നമ്മൾ ഈ ഫ്രൂട്ട്സ് കടയിലൊക്കെ കാണുന്ന അതേപോലെ ഉണ്ടല്ലോ കായ. എന്താണോ കാട്ടിലായോണ്ട് പിന്നെ പേടിയാണ്. പറിച്ചു തിന്നോക്കെ വരണം, എന്തേലും രൂപമാറ്റം വരും ചിലപ്പോ. ആ ടൈം പിടിക്കണം വല്ല വേറെ വല്ല വശക്കായൊക്കെയാണ് പണി കിട്ടും. ഇതിലൊക്കെ റോഡുണ്ട് കേട്ടോ, അങ്ങോട്ടൊക്കെ വീടുകളുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഇനിയും പോകാനുണ്ട് ഒരു 10-15 കിലോമീറ്ററോളം. നമുക്ക് 15 കിലോമീറ്റർ ഉണ്ട്. ചക്ക ഇവിടെ നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ രണ്ടാളും ഇവിടെ ഇങ്ങനെ നോക്കി നിക്കുന്നുണ്ട്. വലിയ പാറല്ലേ, വലിയ പാറ. നാട്ടിലാണെ ഇപ്പൊ അത് പൊട്ടിച്ച് തീർത്തുണ്ടാവും. എപ്പോഴോ തീർന്നുണ്ടാവും. അത് തീർന്നു, പകുതി മൊത്തം തീർന്നു പോയിണ്ടാവും. അപ്പേ തനിക്കുള്ളൊരാടിനെയും കൊണ്ട് വരുന്നുണ്ട്. അതെ, മലയാളിയാണ്. ഈ വെയിലത്തൊക്കെ എങ്ങനെ നടക്കണില്ലേ? പെരും വെയിലല്ലേ. അതാണ്ടാ നീണ്ട അങ്ങനെ കിടക്ക കേട്ടോ. റോഡ് കണ്ടില്ലേ, നോക്കത്താ ദൂരത്തോളം അങ്ങനെ റോഡ് കിടക്കാണ്. പോകാം നമുക്ക്. പാറയുടെ മുകളിൽ ആൾക്കാര് കേറുന്നുണ്ടല്ലേ. അവരതിന്റെ മണ്ടയ്ക്ക് പോണ്ടല്ലേ, ആൾക്കാര് കേറുന്നുണ്ടാണ്ട്. നമുക്കൊന്ന് പോയി നോക്കണം. നമുക്കിപ്പോ ടൈം ഉണ്ടോ? നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് ടൈം പോകൂലേ? ഇനി ഇത് നോക്കിയേ, ഇത് കണ്ടോ? എന്ത് എന്ത് ഇത് കണ്ടോ? ഇതെന്ത് സംഭവം? തേങ്ങ ലോഡ് കൊണ്ടുപോണേ. ഓഹോഹോ, ഇവിടുന്നൊക്കെ ആയിരിക്കും നമ്മളെ നാട്ടിലേക്കും വരിക. ഇവിടുന്നായിരിക്കും. ഇളനീരൊക്കെ അല്ലേ? കർണാടക പവർ ട്രാൻസ്മിഷൻ കോർപ്പറേഷൻ. ഇവിടെ കൊറേ സംഭവം കാണാണ്ടല്ലേ. അങ്ങനെ ഒഴിഞ്ഞു വരണം നമുക്ക്, കണ്ടല്ലേ? ഒരു മാസമൊക്കെ ഒരു പണിയില്ലാതെ വെറുതെ ഒഴിഞ്ഞിങ്ങനെ വരണല്ലേ. വെക്കേഷനേ ഒരു പോക്കാണ് പോകാം, മൊത്തം കണ്ട് കറങ്ങി തിരിഞ്ഞു വരാം അല്ലേ? ആയിക്കോട്ടെ. ഇത് കാണുന്നുണ്ടോ? ഇവിടെ ഫുള്ള് മൂച്ചിത്തോട്ടാ. മാവുന്തോട്ടാണ് ഇവിടെ അല്ലേ? ഫുള്ള് മാവാണ്. ഇതൊക്കെ ഇവിടുന്ന് ഇങ്ങനെ കരിങ്കല്ലേ കെട്ടിച്ചേണ്. കരിങ്കല്ല് എന്റെ മോനെ, ഇത് അങ്ങോട്ട് വലിയ ഫാമാണോ? കൊറേ ഉണ്ടാവോ അല്ലേ? ഫാംസ്, ശരണ്യ ഫാംസ്. ഞാനാ കന്നഡ വായിച്ചത്. അപ്പൊ അങ്ങോട്ട് ഫാമാണ്, ഉള്ളിലോട്ട് ഫാമാണ്. ഫാം കയറി കാണാനൊക്കെ പറ്റുമല്ലേ? എന്താണാവോ എന്തേലും സംഭവങ്ങളൊക്കെ അവിടെ വേറെ ഉണ്ടല്ലോ. മഹാഗണീന്റെ തൈകളൊക്കെ നട്ടുണ്ടല്ലോ. ഉണ്ടാവും. ബസ്സാണ് പോണത്. ബസ് ഉണ്ടല്ലോ. എവിടേക്കാണ് അവരെ? ബോർഡ് വായിക്കാൻ അറിയില്ല. ഇത്രയും നേരമായിട്ട് ഇപ്പൊ ആ ഒരു ബസ് നമ്മളിപ്പോ കണ്ടില്ലേ. നല്ലൊരു ഗ്രാമാന്തരീക്ഷത്തിൽ കൂടെയാണ് ഇപ്പൊ പോണത്. ഞങ്ങളിതാണ് പോരല്. പിന്നെ എന്താ പറയാ, പല കൃഷികളും സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, പിന്നെ മറ്റേന്താ പുകയില കണ്ടു, ചോളം കണ്ടു, ഇഞ്ചി കണ്ടു, ചേമ്പ് കണ്ടു, മൾബറി കണ്ടു, എല്ലാം കണ്ടു. എല്ലാ സംഭവങ്ങളും കണ്ടു. അതിന്റെ ഇടയ്ക്ക് ഇതാക്കണ് വേറെ മുത്തുമണി ഇതാക്കണ് കിടക്കണത്. ഇതെന്താ മലവേപ്പോ? മലവേപ്പ് എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ ഇതിന് എന്താ വെച്ചാല് എല്ലാത്തിനും അതിൻ്റെതായുള്ള സ്ഥലങ്ങളുണ്ട്. ദാസ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് വളരാൻ പറ്റിയ മണ്ണല്ല അല്ലേ? സ്ഥലമല്ല മലവേപ്പല്ല, ഈർക്കിളി പോലെ നിക്കാണ്. ഇതിനെ മലവേപ്പ് എന്ന് പറയാൻ പറ്റും അല്ലേ? അപ്പൊ ഒടുവിൽ ദാണ്ടേ അങ്ങ കാണുന്നതാണ്. കണ്ടോ വെച്ചോ? അങ്ങനെ നമ്മൾ കണ്ടെത്തി ഗൈസ്. അതെങ്ങോട്ട് കാണുന്നില്ലല്ലോ അല്ലേ? അങ്ങ് ദൂരെ കാണാൻ സ്റ്റാച്ചു. ഇവിടുന്ന് കാണാല്ലേ? അങ്ങോട്ടാണ് നമ്മൾ പോണത്. ഇനി അധിക ദൂരമൊന്നുമില്ല. ദാടാ കാണുന്ന അങ്ങോട്ട് നേരെ നോക്കടാ. ഇടയ്ക്കൊന്ന് കാണും. അത് മരങ്ങൾ ഇടയ്ക്കൊന്ന് വന്ന് മറിഞ്ഞു പോകും അല്ലേ? ശ്രാവണബലഗോള 2 കിലോമീറ്റർ. വലിയ പ്രതിമ. ആ മനുഷ്യരെക്കാട്ടും വലുതാണ്.
മനുഷ്യനെ കഴിഞ്ഞും വലുതോ? ബടാ ബടാ വലുപ്പുണ്ട് അല്ലേ? അവിടെ എത്തിയാ കാണാം നമുക്ക് അവിടെ എങ്ങനെയാ. പാറക്കൂട്ടങ്ങളാണ് മൊത്തം, പാറക്കൂട്ടങ്ങൾ. അത് ഒറ്റക്കല്ലിൽ നിർമ്മിച്ചല്ലേ? ഒറ്റക്കല്ലില്. അവിടെ എന്താ നമുക്ക് അവിടെ ചെത്തുമ്പോ കാണഞ്ഞേ. ഒരു വലിയ ഒറ്റക്കല്ലിലാ പണിതത്. എല്ലാം നോക്കി വെച്ചേക്കാണല്ലേ. ഇനി അങ്ങോട്ട് നോക്കിയാണ് നിങ്ങൾ ആട്ടും കൂട്ടങ്ങള് കണ്ടോ? കണ്ടോ? ഇതിപ്പോ നമ്മള് ചിത്രദുർഗയിൽ പോയാ കാണുന്ന പോലെ ഉണ്ടല്ലോ. അതേപോലെ ഉണ്ട്. അതിന്റെ ഇവിടുത്തെ കാഴ്ച നോക്കി. ഇതുണ്ട് ഇവിടെ ചെമ്മരിയാടല്ല, സാധാ ആടുകളെ കൂട്ടം കൊറേ ഉണ്ടല്ലോ. അതിനെ മേക്കണ ആളാണ് അവിടെ അങ്ങനെ ഇരിക്കണുണ്ടോ. എന്തേരം ആടുകളാല്ലേ. അത് കൊറേ അവിടെയും കൊറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. മറ്റേ ഒരുപാട് ആൾക്കാരുണ്ടാവും. കൊറേ എന്താ അതിന് പറയണേ? എന്ത്? ആടുജീവിതം, ആട്ടിടയന്മാരോ? കണ്ടോ? കണ്ടുപിടിച്ചു നമ്മൾ കണ്ടുപിടിച്ചു. 2 മലയാണ്, 2 മല. അപ്പുറത്തൊരു മല, ഇപ്പുറത്തൊരു മല. ഇനി അതിന്റെ മണ്ടയ്ക്ക് നമ്മൾ കേറിയെത്തണോ? അതിന്റെ മണ്ടയ്ക്ക് കേറിയെത്തണം. ചിത്രദുർഗ പോയ പോലെ തന്നെ അല്ലേ? ശ്രീ ജൈൻ മാത എന്നോ വിന്ധ്യഗിരി ഹിൽസ്. അത് വലത്തോട്ട് അല്ലേ? വലത്തോട്ട്. നമുക്ക് നേരെ പോണം. നമുക്ക് ഇതില് നേരെ പോണം, അങ്ങോട്ടും പോണം. വിന്ധ്യഗിരി ഹിൽസും കാണണം. 2 മലകളാണ്, അത് 2ഉം കാണണം. ആദ്യം ഇതായിരിക്കും കാണുക അല്ലേ? കാണണ്ടേ? ഇങ്ങോട്ട് പോവാൻ നേരെയാണ് ഇപ്പം മാപ്പിൽ കാണിക്കുന്നേ. ഇതിന്റെ മുകളിലോട്ട് കയറാം. ഇത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് കാണാൻ പോന്ന വേറെ സ്ഥലത്താണ്. 2 മല, അതിന്റെ നടുക്കൊരു കുളം. അതാണ് അതിന്റെ ഒരു കുളോ? വലിയൊരു തടാകം കാണാം. പോയോക്കാം നമുക്ക് ഏതായാലും. ഇതിപ്പോ നമ്മളൊരു ജംഗ്ഷനിൽ എത്തിണ്ടല്ലേ? ഒന്ന് റൈറ്റ് തിരിഞ്ഞു പോണം. എന്തെങ്കിലും മേടിക്കണോ? ഫുഡ് കഴിക്കാൻ? ഫുഡ് ഇനിയിപ്പോ എന്താ നമ്മളടുത്തുള്ളത് പോരെ? രാവിലെ പന്ന് മേടിച്ചത് അത് ബാഗിലിട്ട് പിടിക്കാം. 1-2 കുപ്പി വെള്ളം കൊടുക്കാം. ബാഗ് ഞാൻ ഇട്ടോളാം. അതാണല്ലേ. ആരും ഇല്ലേ? അവിടെയും ആരും കാണാനൊന്നുമില്ല. അതിങ്ങനെ വൈകുന്നേരം ആകുമ്പോഴാവും ആൾക്കാർ വരുമായിരിക്കും. ഫുള്ള് ജെയിൻസ് ആണ്. ജെയിൻസിന്റെ ഫാമിലികളാണ് മൊത്തം. മുന്നേ പോയി. ഓക്കെ, എൻട്രൻസ് ഉണ്ട് ആ സൈഡാ. അത് ಯೂಟ್ಯೂಬ್ ಫೇಸ್ಬುಕ್ അങ്ങനെ വീഡിയോ ಹಾಕಿ ಅಲ್ಲಿ ಹೋಗದೆ ವಿಡಿಯೋ ಮಾಡಿ എന്തൊക്കെയോ പറയണ്ടോള്. ഇല്ലില്ല എൻട്രൻസ്. ഓലേ നമ്മളെ വീഡിയോ നിങ്ങൾ വീഡിയോ പിടിച്ചോ? ഞാൻ വർത്താനം പറഞ്ഞപ്പം ഓല കണ്ടിട്ട് വീഡിയോ ആക്കണം എന്താന്ന് ചോദിച്ചു. അപ്പം അല്ലി ഇങ്ങനെ പോണത് ഇങ്ങനെ യൂട്യൂബ് ഇങ്ങനെ ഫേസ്ബുക്ക് വീഡിയോ ആക്കിയിട്ട് ഇങ്ങനെ അങ്ങനെ പോവാണ് പറഞ്ഞു. അപ്പൊ വഴി എൻട്രൻസ് അവിടെ എങ്ങാണ്ടാണ്. കുറച്ച് മുന്നേ അല്ലി പോകി. അങ്ങനെ പറഞ്ഞില്ല, കുറച്ച് മുന്നേ പോയി അവിടെയാണ് അതിന്റെ എൻട്രൻസ് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞു. ഞാൻ വഴി ചോദിച്ചു അല്ലി ഹോഗിലേക്ക് ദാരി അല്ലി ചോദിച്ചു. അപ്പൊ സ്വല്പം മുന്നേ ഹോഗി അല്ലി എൻട്രൻസ് ഉണ്ട് പറഞ്ഞു. അങ്ങോട്ടാ പോവാൻ പറഞ്ഞു. ഇങ്ങനത്തെ പാറകൾ തുരന്നിട്ടാണ് പിന്നെ അതേ അതിന്റെ മേലൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. ഒക്കെ കാണാം അല്ലേ? പാറ നോക്കി, വലിയ വലിയ പാറകളല്ലേ? വലിയ പാറകൾ. ഈ ഇതിന്റെ മേലേക്ക് കയറുന്ന അപ്പുറത്തെ വഴി അല്ലേ? അപ്പുറത്താണ് വഴി. എൻട്രൻസ് അപ്പുറത്ത് വേറൊരു മലയുണ്ട്. അത് നമ്മൾ പോയേക്ക. പോകുമ്പോ തന്നെ നമ്മള് കാണുക. ചോദിച്ചു പോകാൻ കണ്ടറിയണ്ടേ? അതറിയണം. എല്ലാം ഒന്ന് അറിയണ്ടേ നമ്മള് പോയി കണ്ട്. മനുഷ്യന്മാരൊക്കെ ഉണ്ടടാ എല്ലായിടത്തും. അതുണ്ടാവും. നമ്മള് എൻട്രൻസിന്റെ അവിടേക്ക് എത്തിയിട്ടില്ലല്ലോ. എത്ര കാലം നീളണ്ട്. മമ്മിക്കൊക്കെ ഇങ്ങോട്ട് വരണം തോന്നുന്നു. പിന്നെ വീഡിയോ കൊണ്ടുവരണം നമുക്കേ. മമ്മിക്ക് ലീവ് കിട്ടണ്ടേ? അതാണ് അല്ലേ? ഓലൊക്കെ കൊണ്ടുവരണം നമുക്ക്. അപ്പോ ഗൈസ് നമ്മൾ എത്തി. വണ്ടികൾ കുറെ ടാക്സികളൊക്കെ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ടാവും. ഒരുപാട് ആളുണ്ടോന്നുണ്ട്. നമുക്ക് ബാത്റൂം ഒക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. ഇതിന്റെ ഉള്ളിൽ ഫുള്ള് ബാത്റൂമാണ്. അതോടെ അപ്പുറത്ത് ബസ് സ്റ്റോപ്പും സംഭവങ്ങളൊക്കെ ഉണ്ട്.
വെയിലെ തന്നെ ഇറങ്ങല്ലേ വണ്ടി? തണലില്ല. ആദ്യം കുറച്ചാണ് പോയി വെക്കണം നമുക്ക്, എന്നിട്ടും തിരിച്ചു വരാം. അങ്ങനെയാ? ഇതാണ് ആ കുളം ഉണ്ടെന്ന് പറഞ്ഞത്. ഇവരേ ആ സോക്സ് ഒക്കെ വെക്കുന്നതാണ്. സോക്സ് വണ്ടി ഉണ്ടോ പുറകില്? പുറകില് വണ്ടി ഇല്ല. നമുക്ക് ആ തണുപ്പത്തിട്ടാ. തണുപ്പത്തിട്ടല്ലേ? ബാക്കിൽ വണ്ടി ഉണ്ട്, ഇടത്തോട്ട് പോകാല്ലോ. പോട്ടെ പോട്ടെ പോട്ടെ. ബാക്കിൽ വണ്ടി ഉണ്ടോ? പോട്ടെ പോട്ടെ. ഇല്ല ഇല്ല ഇല്ല. പോട്ടെ പോട്ടെ. നമുക്ക് ആ തണുപ്പത്ത് അവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയിടാം. പോട്ടെ പോട്ടെ പോട്ടെ. ആ പോട്ടെ. അവിടെ അവിടെ കൊണ്ടുപോയിടാം. ആ മരത്തണലില്ലേ, ഇല്ലെങ്കിൽ നമ്മൾ പെടും. സോക്സ് ഉണ്ടെങ്കിൽ എടുത്തിട്ടോളി. ആ ആ ഹായ്. സോക്സ് ഉണ്ടെങ്കിൽ ഇട്ടോളി. അതിന്റെ മേലേക്ക് പോകുമ്പോ ചെരുപ്പിടാൻ പറ്റലുണ്ടാവില്ല ചിലപ്പോ. ലച്ചുവിന്റെ ഇല്ലല്ലേ? കിച്ചുവിന്റെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അത് അവരുടെ അടുത്ത് നിന്ന് മേടിക്കാം. അവള് ചോദിച്ചാട്ടോ നിഴലേക്ക് ഇടാം, നിഴലിന്റെ അടുത്ത് ഇടാൻ പോകണാന്ന്. അല്ലാതെ നിഴലിൽ ഇടാം ഇവിടെ ഇടാം അല്ലേ? നമ്മളെ പിടിക്കും. അയാളെ സോക്സ് പിടിപ്പിക്കാനുള്ള പരിപാടിയാണ്. ഇതെന്താ അറിയണത്? അങ്ങോട്ട് കയറുന്നുണ്ടെങ്കിൽ സാധനം വേണം, സോക്സ് വേണം. ഒന്നും രണ്ടെണ്ണം വേണോ? ഞാൻ 2 കൂട്ടം വീതം ആളും ഇടുന്നുണ്ട്. ഇന്റെ കാൽമ 2 വീതം ഞാൻ ഇടുന്നുണ്ട്. അങ്ങനെ ഒരു കാൽമ തന്നെ 2 2 സെറ്റ്. ചൂടായിക്കൂലേ? ആ പോവല്ലേ നമുക്ക് എന്നാല്? ആ പോവാ. ഫ്രഷ് സാധനങ്ങളല്ലേ ഞമ്മക്ക്? നമ്മളവിടെ ചക്ക ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഒരു ലോഡ് ഡിക്കിയിൽ പറിച്ചിട്ട് കൊണ്ടുവന്നാ മതി. ഇവിടെ വിറ്റാ ചെയ്യുന്നു. അടിപൊളിയാവും.